കേന്ദ്ര ഏജൻസി അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നെന്ന് സൂചന. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ് നടക്കുന്നതായി വിവരങ്ങൾ പുറത്തുവരുന്നു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി. PFI ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം. PFI നിരോധനത്തിന് പിന്നാലെ സത്യസരണിയിലെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥാപനം പൂട്ടുന്നതും. ഇസ്ലാമിക മതപരിവർത്തനം പ്രധാനമായും നടത്തിയിരുന്ന കേന്ദ്രം PFIയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം. ആ സത്യസരണിയുടെ പ്രവർത്തനം വീണ്ടും സജീവമാകുന്നതായുള്ള വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവയുടെ പ്രവർത്തനം പല രീതിയിൽ, പല പേരിൽ, പല രൂപത്തിൽ ഒക്കെ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. കാരണം നിരോധിച്ചതിന് ശേഷവും ഭീകരരുടെ സാന്നിധ്യം ഉണ്ട് സംസ്ഥാനത്ത്. സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ കൂട്ടായ്മകളുണ്ട്. ശിവദാസ് കന്മനം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. ശിവദാസ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആദ്യം. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് PFIയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന മഞ്ചേരിയിലെ സത്യസരണി ED റെയ്ഡ് ചെയ്ത് അതിനുശേഷം ഇത് പൂട്ടിയത്. ഇത് അടക്കമുള്ള ഈ PFIയുടെ സ്വത്തുവകകളെല്ലാം തന്നെ അന്ന് ED കണ്ടുകെട്ടിയിരുന്നു. അതായത് ഒക്ടോബർ മാസത്തിൽ ഏകദേശം 56.56 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയുണ്ടായി. പക്ഷെ പിന്നീടും അതിനുശേഷം സത്യസരണി അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സത്യസരണിയുടെ പേരിൽ ഉള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ, അതായത് ഫേസ്ബുക്കിൽ അടക്കം സത്യസരണിയുടെ പേരിൽ ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സത്യസരണിയുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുക, അതിന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സത്യസരണിയുടെ പ്രവർത്തനങ്ങളും മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങളും സത്യസരണിയിലെ മതപരമായ കാര്യങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലടക്കം ഇത്തരത്തിൽ കൃത്യമായ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത്. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണിക്ക് ഉദാരമായി സംഭാവന നൽകുക എന്ന് പറഞ്ഞ് അതിന്റെ ഗൂഗിൾ പേ നമ്പറും അതോടൊപ്പം തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്പറും അടക്കം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രചാരണം നടക്കുന്നത്. നമുക്കറിയാം, PFIയെ നിരോധിച്ച ആ സമയം മുതൽ തന്നെ NIAയും അതോടൊപ്പം തന്നെ EDയുടെ പരിശോധനകളും അടക്കം നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് മഞ്ചേരിയിലെ സത്യസരണി. PFIയെ ബാൻ ചെയ്ത സമയത്ത്, നിരോധിച്ച സമയത്ത് മലപ്പുറം ജില്ലയിലടക്കം അവരുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും പൂട്ടിയിരുന്നു. അവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ പൂട്ടിയിരുന്നു. എന്നാൽ അന്ന് ആ സമയത്ത് നിരോധിച്ച ആ തൊട്ട് അടുത്ത സമയങ്ങളിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണിക്ക് എതിരെ നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ EDയുടെയും അതോടൊപ്പം തന്നെ NIAയുടെയും എല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണത്തിലാണ് മഞ്ചേരിയിലെ സത്യസരണി ഉണ്ടായിരുന്നത്. പല സമയത്ത് അവിടെ കൃത്യമായി തന്നെ പരിശോധനകൾ ഇടയ്ക്കിടെ നടന്നിരുന്നു. പക്ഷേ അത് പൂട്ടുന്ന ഒരു നടപടികളിലേക്ക് ആ സമയത്ത് കടന്നിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ അവിടെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അവിടെ അടക്കം PFIയുടെ സംരക്ഷണയിൽ പ്രവർത്തിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ അടക്കം മഞ്ചേരിയിലെ സത്യസരണി ഉൾപ്പെടെയുള്ള ചില കേന്ദ്രങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ഒരു പരിശോധന ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി അടക്കം രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ EDയുടെ പരിശോധന ഒറ്റ ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം അന്ന് 56.56 കോടി രൂപയുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടുകയുണ്ടായി. അതിൽ മഞ്ചേരിയിലെ സത്യസരണിയും ഉൾപ്പെട്ടിരുന്നു. അതിന്റെ മഞ്ചേരിയുടെ സത്യസരണിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ ഇടപെടലുമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷവും കൃത്യമായ മഞ്ചേരിയിൽ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായുള്ള വിവരങ്ങൾ നിൽക്കുന്നു എന്ന് സംശയിക്കണമോ ശിവദാസ്? ചരിത്രം പരിശോധിച്ചാൽ പോലും നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടതില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ ഈ സത്യസരണി പ്രവർത്തിക്കുമ്പോഴും ഇത് മതപരിവർത്തന കേന്ദ്രമാണെന്നുള്ള ആരോപണം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. 2016 ഹിന്ദു ഐക്യവേദിയുടെ മാർച്ചൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഇത് സാധൂകരിക്കുന്നതാണ്. നിരവധി യുവതികൾ, ഹിന്ദുക്കളായവർ മതപരിവർത്തനം നടത്തിയിട്ട് പിന്നീട് തിരികെ വന്ന നിരവധി യുവതികൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഇത് പരാതിപ്പെട്ടിട്ടും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടും അന്ന് സംസ്ഥാന സർക്കാർ ഇതിനെതിരെ
ഒന്നും പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ ഒന്നും തയ്യാറായിരുന്നില്ല എന്നതുകൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. അന്ന് ബി സന്ധ്യ ADGP പിന്നീട് വിരമിച്ച ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ സത്യസരണിയിൽ കയറി അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ രാഷ്ട്രീയ ഇടപെടൽ മൂലം ആ അന്വേഷണത്തിനും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ആ അന്വേഷണങ്ങൾ ഫലം കണ്ടില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിന് കഴിഞ്ഞിരുന്നുമില്ല. കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ അന്ന് ആ അന്വേഷണത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ശിവദാസ്, ഈ നിരോധിച്ചതിന് ശേഷവും 2022 നിരോധിച്ച സംഘടനയാണ്. പിന്നീട് ED കണ്ടെത്തി സത്യസരണിയും പൂട്ടിയതാണ്. അതിനുശേഷവും ഇപ്പോഴും ഈ സംസ്ഥാനത്ത് മാത്രം ഇതിൻ്റെയൊക്കെ പ്രവർത്തനം പല രൂപത്തിൽ സജീവമാകാനുള്ള കാരണം അത് ഈ അധികൃതരുടെ ഒത്താശ കൂടിയാണെന്ന് സംശയിക്കേണ്ടതുണ്ടോ? കൃത്യമായി, കാരണം LDF ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള സംഘടനകളെയും മത തീവ്രവാദ സംഘടനകളെയും ഭീകരവാദ സംഘടനയെയും കൃത്യമായി തന്നെ താലോലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രമേ, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മാത്രമാണ് ഇത്തരത്തിൽ മത പരിവർത്തന കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളെയും കൃത്യമായി തന്നെ താലോലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സിമി മുൻപ് നിരോധിത സംഘടനയായ സിമിയെ കൃത്യമായി തന്നെ അവരുടെ സിമിയുടെ നേതാക്കളടക്കം LDF-ന്റെയും അതോടൊപ്പം തന്നെ CPM-ന്റെ വേദികളിലടക്കം വന്നിരുന്നത് ചർച്ചയായിരുന്നു. മുൻപ് CPM പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ PDP-യുടെ ചെയർമാനായിരുന്ന മാദിനി അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടിരുന്നു. ഇത്തരത്തിൽ കൃത്യമായി തന്നെ LDF ഭരണാധികാരികൾ അവരുടെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ താലോലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും മുൻപും SDPI-യെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ എല്ലാം തന്നെ അവരോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരുന്നത്. അതോടെ PDP അടക്കമുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ കൃത്യമായി തന്നെ അവരോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം തന്നെ അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായ പരിശോധനയും അതോടൊപ്പം തന്നെ കൃത്യമായ നിരോധനം അടക്കമുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് വന്നത്. മുൻപ് സിമിയെ നിരോധിച്ചിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ LDF-നെ എല്ലാം തന്നെ നിരോധിച്ച സമയത്തും ആ ഒരു പൂർണ്ണമായ നിരോധനമായിരുന്നില്ല. അതായത് അടിവേര് അറുക്കുന്ന തരത്തിലുള്ള ഒരു നിരോധനമായിരുന്നില്ല. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു നിരോധനമാണ്. അതായത് ഓരോ കേന്ദ്രങ്ങളിലും കൃത്യമായി തന്നെ പോയി റെയ്ഡ് നടത്തി അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അവരുടെ അടിവേര് അറുക്കുന്ന തരത്തിലുള്ള നിരോധനവുമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നിട്ടും നിശബ്ദമായി തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണത്. കാരണം മഞ്ചേരിയിലെ സത്യസരണി മുൻപും വലിയ രീതിയിൽ തന്നെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. 2016 ഹിന്ദു ഐക്യവേദി അവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു. നിരവധി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അത്തരത്തിലുള്ള കേന്ദ്രമാണ് ഇപ്പോൾ ED റെയ്ഡ് നടത്തിയിട്ടും നിരോധിച്ചിട്ടും ഇപ്പോഴും രഹസ്യമായി പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഈ കേന്ദ്രം വഴി വ്യാപകമായി ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ ചിലതൊക്കെ അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും തിരികെ വന്നിട്ട് വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തപ്പോഴാണ് കേരളം ഈ വാർത്ത ഞെട്ടലോടെ ശ്രവിച്ചതും.